ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നോക്കുന്നത്. നോമ്പ് തുറയ്ക്കും വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഈ വേനൽ ചൂടിൽ വളരെ ആശ്വാസകരമാണിത്. ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. ആരോടെ ആക്ടിവിറ്റിയും വേണം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ആ സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1 ലിറ്റർ പാല് തിളപ്പിച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് ഒരു നീണ്ട ലൈനി, അതായത് കസ്റ്റാർഡ് നമ്മൾ ഐസ്ക്രീമിൽ ഒന്ന് ചേർക്കുന്ന പോലെ അത്രയും തിക്കാവണ്ട, നീണ്ട ഒരു ലൈനി നമുക്ക് തയ്യാർ ചെയ്യാം. ഇതിനായിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള പാലാണല്ലോ. ഇത് നമുക്ക് പാലിൽ കുറച്ച് ഭാഗം ചേർത്ത് ഒരു 3 വലിയ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിലോട്ടൊന്ന് ചേർത്ത് പതുക്കെ ഒന്ന് ലയിപ്പിച്ച് കുറുക്കിയെടുക്കണം. എല്ലാം കട്ടകെട്ടാതൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അധികം കുറുകി പോകാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് തണുത്ത ശേഷം മിക്സിയിലൊന്ന് അടിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിലോട്ട് നമുക്ക് വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. തണുത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്താണ്, അതും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ലൈൻ നമുക്ക് കിട്ടും. നമുക്ക് കാണാനും കടിക്കാനുമൊക്കെ ഇഷ്ടമുള്ള സബ്ജ സീഡ്സ്, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ബദാമൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എല്ലാം യോജിപ്പിച്ച ശേഷം നമുക്ക് നല്ല തണുത്ത രീതിയിൽ സെർവ് ചെയ്യുമ്പോഴാണ് നല്ല രുചി കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് 2-3 ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഈ ചൂട് സമയത്തും നോമ്പിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.